മക്കളെ റാത്തല്ല എന്താ പറയുക, ഒരുപാട് കാലമായിക്കണ് കോറിയിലൊന്ന് പോകണമെന്ന് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ്. എന്തായാലും ഇന്നൊരു ചെറിയൊരു ഒഴിവിട്ടിയപ്പോൾ എന്ത് ചെയ്ത് കോറിയിലൊന്ന് പോയിട്ടാണ്. മാഷാല്ല, എങ്ങനെയാണ് ഈ കല്ല് നിർമ്മിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ കല്ല് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, പാറയിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയാത്ത ആളുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് കോറിയിൽ പോയതിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ വളരെ മാഷാല്ല വളരെയേറെ സന്തോഷം. ആ നൂലിലൂടെ ആ ചെറിയൊരു കൈ ട്രാക്ടർ ഓടിക്കണമെങ്കിൽ എത്രത്തോളം കഴിവ് വേണമെന്നുള്ളത് സത്യത്തിലൊരു സംഭവം തന്നെയാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ മലയാളികളായിരുന്നു പരമാവധി ഇത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കുറേ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യണേ, ഇങ്ങനെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കല്ലിന് ആദ്യം ട്രാക്ക് ഇടുന്നൊരു വർക്കാണ്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ പാറേൻ്റെ മുകളിലൂടെ ഓരോരോ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈന് കട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അവർ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് വെട്ടാനുള്ള ലൈന് ഒരാൾ അതിൻ്റെ ഹെൽപ്പർ ഇങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ മേസരി ആയിരിക്കും, അയാളിങ്ങനെ മാറ്റി ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ട്രാക്ടർ അതിൻ്റെ വെർട്ടിക്കൽ വെട്ടിങ്ങനെ അതിൻ്റെ ഹൊറിസോണ്ടൽ വെട്ടാൻ വേണ്ടിയിട്ട് വണ്ടി ഇങ്ങനെ നിർത്തി കൊടുക്കുകയാണ്. അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വെട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ പുറകായിട്ട് വലിയ മെഷീൻ ഉപയോഗിച്ചിട്ട് പഴയ കാലഘട്ടത്തിൽ ചെത്തിയെടുക്കുന്ന രീതിയിലുള്ള, പഴയ കാലഘട്ടത്തിൽ ചെത്തിയെടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം മെഷീനറി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിമൂവ് ചെയ്ത കല്ലുകൾ നിരന്തരം മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മെഷീൻ്റെ പ്രവർത്തനം ആ മനുഷ്യനും ചെയ്യണം തന്നെയാണ് സാരട്ട. ഒരു മെഷീൻ്റെ അതേ പ്രവർത്തനം. കാരണം ആ പീസ് വരുന്ന സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യണം, അദ്ദേഹം അത് അവിടുന്ന് എടുത്തിട്ട് ഒഴിവാക്കി കൊടുക്കണം. കാരണം എന്താ പറയുക, അപ്പോഴേക്കും അടുത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനം വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡിങ്ങർ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് മേലെന്ന് കുറച്ച് താഴ്ഭാഗത്ത് ഇറങ്ങിയോണ്ട് തന്നെ ഏകദേശം ചില ഭാഗത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കല്ലുകൾ ചെറിയൊരു പൊട്ടുകൾ വരുന്നുണ്ട്. അതായത് ചെറിയ ചേടി എന്ന് പറയും, ചെകിടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ നിരന്തരം, അതായത് ഒരു റെസ്റ്റുകളില്ലാതെയാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ പറയുക, ആ മെഷീൻ്റെ കൂടെ ഓടി എത്താനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ചുരുക്കി പറഞ്ഞാൽ അവർ. പക്ഷേ ഈ കല്ല് വലിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ഈ രണ്ട് കല്ലുകൾ വെട്ടുന്ന, ഫസ്റ്റ് വെക്കുന്ന കല്ല് വെട്ടാനാണെന്ന് ഞാൻ അവിടെ കുറഞ്ഞ സമയം നിന്നപ്പോഴേക്ക് എനിക്ക് മനസ്സിലായിട്ടാണ്. ഈ ഒരു രണ്ട് പീസ് എടുക്കാനാണ് അവനക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം വർക്ക് നല്ലോണം ഹെവി ആയിട്ടുണ്ടെങ്കിലും മറ്റുള്ള കല്ലുകളൊക്കെ ജസ്റ്റ് കയ്യിൽ കിട്ടുന്നതുകൊണ്ട് വലിയൊരു പ്രയാസം വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. പിന്നെ ഇവർ ഏറ്റുന്ന ആളുകൾ, അതായത് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, മെയിൻ കല്ല്, അതായത് ഫസ്റ്റ് ക്ലാസ് കല്ല്, സെക്കൻഡ് ക്ലാസ് കല്ല്, അതേപോലെ തന്നെ പൊട്ടുകല്ല് ഒക്കെ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് ലോഡ് കയറ്റിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജാണ്. ഏകദേശം ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെയർ വെക്കാൻ വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജസ്റ്റ് 8 ഇഞ്ച് കല്ലാണെങ്കിൽ 9 ഇഞ്ച് കല്ലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്ലേറ്റ് താത്തി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, അത് വീണ്ടും അളക്കണ്ട എന്നുള്ളത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്ലേറ്റ് അവിടെ താത്തി. അപ്പോൾ ആണി അടിച്ചു കൊടുത്താൽ മതി, ജസ്റ്റ് ആ ലൈന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആണി എന്ത് ചെയ്താൽ മതി, അവിടെ അടിച്ചു കൊടുത്താൽ മതി. അതിനാണ് എന്ത് ചെയ്യുന്നത്, ആ ബ്ലേഡ് വെക്കുമ്പോൾ തന്നെ 1 ഇഞ്ചും കൂടി കയറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അവർക്ക് ശല്യം ഉണ്ടോയെന്ന് ഞാൻ ആദ്യം ചോദിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവരെ കാര്യങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഒരു പ്രയാസങ്ങളുണ്ടോ. പക്ഷെ അതിൻ്റെ ഓണർ വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം പെർമിറ്റുള്ള വർക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ വീഡിയോ ചെയ്യുക, വിഷയങ്ങൾ ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ ധൈര്യത്തിൽ വീഡിയോ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്തിയിട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്ത് വീഡിയോയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ട്. കണ്ടില്ല, ആ കോർണർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനക്ക് ആ ഫസ്റ്റത്തെ കല്ലെടുക്കാൻ വലിയൊരു പ്രയാസം തോന്നുന്നുണ്ട് കേട്ടോ. ആ വലിയൊരു പ്രയാസമാണ്. ആ ബ്ലേഡ് അതിൻ്റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണേ. പിന്നെ ഇവിടെ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എന്താ പറയുക, കോറിയിൽ പോകുന്ന ആളുകൾ പരമാവധി കണ്ണാടി ഉപയോഗിക്കട്ടെ, അതായത് കണ്ണട ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്കത് നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തിട്ട് അതിന് ആ പൊടി നല്ലോണം തെറിക്കുന്നുണ്ട് കേട്ടോ ശരീരത്തേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നല്ലോണം പൊടി, അതായത് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള കല്ലിൻ്റെ മിശ്രിതം അടങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പൊടി വരുന്നത് കേട്ടോ. ഈ ബ്ലേഡ് വെക്കുന്ന എല്ലാ ഭാഗത്തേക്കും, അതായത് ഞാൻ മറ്റേ സൈഡിലേക്ക് നിന്നപ്പോൾ ആ സൈഡിലേക്ക്, ഇതിൻ്റെ 4 സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പൊടി ചുരുക്കി പറഞ്ഞാൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സാരട്ടെ. ഞാൻ ബാക്കിൽ
ഏത് ആ കല്ല് വലിക്കുന്ന ആ ഭാഗത്തേക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ. ഞാൻ ആ ഭാഗത്ത് നിൽക്കാത്തത് കൊണ്ട് സത്യത്തിൽ ആ ഭാഗത്തേക്കും വരുന്നതാണ്. ആ പ്ലേറ്റ് റൗണ്ട് ഷേപ്പിൽ കറങ്ങുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് 4 ഭാഗത്തേക്കും പൊടി, അതായത് പൊടി എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പൊടികളാണ് കേട്ടോ. കല്ലിൻ്റെ പൊടികൾ കണ്ണിലേക്ക് തെറിച്ചാൽ വെരി ഡേഞ്ചറാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പോകുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കട്ടോ. കാരണം അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനറിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പണിക്കാർ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് വെക്കലാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, കറക്റ്റ് പ്രോപ്പറായിട്ടാണ് അവർ ബ്ലേഡ് വെച്ച് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കട്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ലെവലാക്കിയിട്ട് പോകണം കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ലോഡ് കപ്പാസിറ്റി വളരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഒരു സൈഡിൽ, അതായത് ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ മെഷീൻ കണ്ടല്ലോ നമ്മൾ, സ്ലൈഡിങ് മെഷീൻ പോകാത്ത ഭാഗത്ത് ഒരാളിങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഇത് പിന്നീട് ലെവലാക്കാനുള്ള മണ്ണ് ക്ലിയർ ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞ്, മോനെ അത് ആണ് പഴയ കാലഘട്ടത്തിൽ കല്ല് ഇതുപോലെ വെട്ടിയെടുക്കുന്ന ഒരവസ്ഥയാണ്. പഴയ കാലഘട്ടത്തിൽ ഇതുപോലെ ബ്ലേഡ് വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെന്ത് ചെയ്യും, ആ ചെറിയ മെഷീൻ ഉണ്ടായതുകൊണ്ട് ബ്ലേഡ് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കൂടുതൽ സ്പേസ് ആ വലിയ സ്ലൈഡിങ് മെഷീന് പോകാത്ത ഭാഗത്ത് എന്ത് ചെയ്യും, ഇതുപോലെ മട്ടാസ്, അതായത് വിക്കാസിൻ പോലത്തെ സാധനം തന്നെ വേറൊരു സാധനമാണ് മട്ടാസ്, അതായത് വെയിറ്റ് കൂടുതൽ എടുക്കാൻ കഴിയുന്ന സാധനം. ആ മട്ടാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണേ, ഇവന് ചെത്തി എടുക്കട്ടെ. അപ്പോൾ സത്യത്തിൽ ആദ്യം വരുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് കല്ലായിട്ടാണ്, ഇതേപോലെ പൊളിഞ്ഞിട്ടാണ് ജസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെത്തിയിട്ട് നല്ല സെറ്റപ്പിൽ നല്ല വൃത്തിയായിട്ട് ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സെക്കൻഡ് ഹാൻഡിലേക്കായിരിക്കും പോവാറ്. പക്ഷെ ഫസ്റ്റിനാണെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ അടുത്ത ഓപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇവർ ഏകദേശം ഒരു 8 ഇഞ്ച് കറക്റ്റ് താത്തി കൊടുക്കും. ഇങ്ങനെ കിട്ടാത്ത ഭാഗത്ത് എന്ത് ചെയ്യും, 8 ഇഞ്ച് താത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല 6 ഇഞ്ച് ചെത്തി കഴിഞ്ഞാൽ നല്ല ഫിനിഷായിട്ട് എന്ത് ചെയ്യുന്നറിയോ അത് കിട്ടുട്ടാ. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളാണ് ഈ മനുഷ്യൻ, അതായത് ഹിന്ദിക്കാരനാണ് അവന്. പക്ഷേ ഹിന്ദിക്കാരന് എന്ത് ചെയ്യുന്നത്, നല്ല സെറ്റപ്പിൽ കട്ട് ചെയ്ത് നല്ല വൃത്തിയിലെടുക്കുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങളും. എന്നിട്ട് എന്ത് ചെയ്യണം, അവൻ്റെ തൊഴിൽ നിർത്തുന്നില്ല കേട്ടോ. അവന് വീണ്ടും എന്ത് ചെയ്യാണ്, അത് നല്ല ഫിനിഷാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പണിക്കാർ ലോഡിങ്ങുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജാക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അത് ഈ ഭാഗം അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, ആ വലിയ സ്ലൈഡിങ് മെഷീൻ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഇവിടെ ക്ലിയർ ചെയ്ത് പോകട്ടെ. ആ കാണുന്നതാണ് ആ സ്ലൈഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് കൈ ട്രാക്ടറാണ്. കൈ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ 1 ഇഞ്ച് കൂടുതൽ അടിക്ക് താത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്ത് ചെറിയൊരു 1.5 മീറ്റർ വ്യാസമുള്ള എന്തുണ്ട് വരാം കിണറുണ്ട്, നല്ലൊരു കിണർ. അപ്പോൾ ഇതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ വെട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, താഴേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ കല്ലിന് പൊട്ട് വരാനും പിന്നെ ചെറിയൊരു ചേടി വരാനും കാരണം എന്നാണ് അവർ പറഞ്ഞു കേട്ടോ ശരിക്ക്. പക്ഷേ ഇതിന് മറ്റൊരു ഭാഗത്ത് പോയപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യാപ്തിയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു കിണറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ 2 കിണറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ടീമായിട്ട് കൈ ട്രാക്ടറിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് തന്നെ എന്താ ഇവർ നല്ലോണം അടിച്ചു വിടുന്നുണ്ട് കല്ലിട്ടാ.